ഞാൻ വല്ലാതെ കരഞ്ഞട്ടോ, കുറേ കരഞ്ഞു. ഇതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഓർക്കാറൊന്നുമില്ല, അല്ലെങ്കിൽ അത് ക്യാമറയിലാണല്ലോ എന്ന് ചിന്തിക്കൊന്നുമില്ല. ഹായ്, ബിന്ദു ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെ ഈവനിങ്ങിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ് കേട്ടോ. ആനസൂട്ട് സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വന്ന് ഇപ്പോൾ പഴത്തിൻ്റെ കൂടെ കഴിച്ചത് ബൂസ്റ്റും. ഞാനൊരു ചായ കുടിക്കുക. ചേട്ടൻ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നേ. ചേട്ടൻ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ആട്ടിൻപാൽ കൊണ്ടുള്ള ചായ ഉണ്ട്. ആട്ടിൻപാൽ തിളപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിനൊരു ചായ ഇട്ടുതരാമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ആട്ടിൻപാലൊന്നും കുടിക്കത്തില്ല. ആട്ടിൻപാൽ കുടിച്ചാൽ മെലിവെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാണേലും ചൂടൻ വെള്ളം അല്ലേ. അപ്പം ഇന്നാണെങ്കിൽ ഞാൻ വല്ലാതെ കരഞ്ഞട്ടോ, കുറേ കരഞ്ഞു. എന്തിനാണെന്നറിയാവോ? ഇതിപ്പോൾ എന്നിടുമെന്നും പറ്റി അറിയത്തില്ല. ഞങ്ങൾ 5 കളറ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് എനിക്ക് ഞാൻ ചേട്ടനോട് പറഞ്ഞ് എനിക്കൊരു മഞ്ഞ കളറ് കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചിടാവോ, എനിക്ക് ബൊമ്മാസായിട്ട് വളർത്താൻ, അതിനെ എൻ്റെ കൂടെ തന്നെ കൊണ്ടുനടന്ന് വളർത്താനാന്ന് പറഞ്ഞു. പക്ഷേ കളർ കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ കളറടിക്കുമ്പോൾ ആ കെമിക്കൽ മൊത്തം അവരുടെ ഉള്ളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് അവർ എത്രമാത്രം ജീവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ നമ്മളൊരു ദിവസം പാലാ പോയിട്ട് വരുന്ന വഴിക്ക്, ഏറ്റുമാനൂർ കോട്ടയൊക്കെ നമ്മളൊരു ദിവസം പോയിട്ട് വരുന്ന വഴിക്ക് പാലാ കഴിഞ്ഞിങ്ങ് വരുമ്പം റോഡരികിൽ കുറേ കളർ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുക. അപ്പോൾ ആൻസൂട്ടനാണ് അത് കണ്ടത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോയി. ഞാനും കണ്ടു. പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് ഞങ്ങൾ പോയിട്ട് ഒരു കോഴിക്കുഞ്ഞിനെ മതിയെന്നും പറഞ്ഞ് വാങ്ങാൻ പോയത്. അപ്പം അവർ പറഞ്ഞു 5 കോഴിക്കുഞ്ഞുങ്ങൾക്ക് 120 രൂപ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ 5 കോഴിക്കുഞ്ഞുങ്ങൾക്ക് 100 രൂപയും കൊടുത്ത് വാങ്ങിച്ചു. അതിലൊരു പിങ്ക് ഉണ്ടായിരുന്നു, ഒരു മഞ്ഞ ഉണ്ടായിരുന്നു, ഒരു റെഡ് ഉണ്ടായിരുന്നു, ഓറഞ്ച് റെഡ്, പിന്നെ ഒരു പച്ച ഉണ്ടായിരുന്നു, ഒരു വെള്ള ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യം പിങ്ക് ചത്തുപോയി, പിന്നെ റെഡ് ചത്തുപോയി, പിന്നെ ഗ്രീൻ ചത്തുപോയി, പിന്നെ ഇന്നിതാ യെല്ലോയും ചത്തുപോയി. അവസാനം വെള്ളം മാത്രമുണ്ട്. യെല്ലോയെ ഞാൻ ഇന്നലെ ഫുഡൊക്കെ കൊടുത്ത് തവിടൊക്കെ കൊടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ കുടിപ്പിച്ച് അന്ന് വീണ് കിടക്കുമായിരുന്നു. ഇതുങ്ങളങ്ങ് തളർന്ന് കുഴഞ്ഞ് വീഴുക. പിന്നെ അത് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റണില്ല. അങ്ങനെ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ചത്തുപോയി. ഒരേ രീതിയിൽ തന്നെ ചത്തുപോയെ. അപ്പം അവർക്ക് ആ കളർ അടിച്ചതിൻ്റെ ഇടയ്ക്ക് വെള്ളയ്ക്ക് കളർ കൊടുക്കാത്തത് കൊണ്ട് അതിന് വലിയ കുഴപ്പമില്ലാതെ അതിപ്പോൾ ഇതിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. ഞാനപ്പം ഒരു കാർഡ് ബോർഡ് പെട്ടിക്കകത്തായിരുന്നു ഇതുങ്ങളെ ഇട്ട് വെച്ചിരുന്നത്. എന്നിട്ട് അവൾ വീടിനകത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാൻ ആ കാർഡ് ബോർഡിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഓട്ടയുള്ളൊരു പാത്രമുണ്ട്. ആ പാത്രത്തിനകത്ത് ഇവൻ്റെ ഒരു ബനിയനൊക്കെ എടുത്തിട്ടിട്ട് ബനിയനിൽ പൊതിഞ്ഞൊക്കെ അതിനെ വെച്ചിട്ട് ഇപ്പം അഴിച്ചു വിട്ടേക്കുവാണ് കേട്ടോ. ഇതിലെ കോടിപ്പാഞ്ഞ് അടക്കുന്നുണ്ട്. ആണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. വളർന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. വളർത്തിയെടുക്കാൻ പറ്റുമോയെന്നും നമുക്കറിയത്തില്ല. ഇപ്പം ഒരു കുഴപ്പമില്ലാതെ ഇതിൽ ഓടിപ്പാഞ്ഞ് അടക്കുന്നുണ്ട്. വെള്ളവും കുടിച്ച് ആഹാരവും നന്നായിട്ട് കഴിക്കുവാണെങ്കിൽ സെറ്റ്. ഇത് തളർന്ന് വീഴുന്ന ടൈമിൽ ഇതുങ്ങൾക്ക് ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സെറ്റ്. പിന്നെ നമ്മുടെ വലിയ കോഴികളെല്ലാവരും ഇവിടെയുണ്ട്. കോഴിപ്പടകളുണ്ട്, കോഴിപ്പൂവന്മാരെല്ലാവരും ഉണ്ട്. അതിലൊരു പൂവൻ എന്നോട് ഇച്ചിരി ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു റെഡ് കളറ് നമ്മൾ കരൾ ചിക്കൻ സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ പൂവൻ ഇച്ചിരി ഇണങ്ങി. അവനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇച്ചിരി ഗോതമ്പൊക്കെ കൊടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ കുടിപ്പിച്ചാൽ കൊണ്ടുവിട്ടു. ഭയങ്കര ചൂടാന്നേ. പിന്നെ അവരാ മരത്തിൻ്റെ സൈഡിൽ തണലും പറ്റിയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ചേട്ടനാണെങ്കിൽ ഭയങ്കര ബിസിയാണ്. ചേട്ടൻ ആടിനെ നോക്കണം, കോഴിക്ക് തീറ്റ കൊടുക്കണം, അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി വേസ്റ്റ് എടുക്കാൻ പോകും, അതെടുക്കണം ഇതെടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തിരക്കാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ബർത്ത്ഡേ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒരുപാട് പേര് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആൻസൂട്ടനോട് ചേട്ടൻ പെരുമാറിയത് എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. കവറ് പൊട്ടിച്ചപ്പോൾ കവർ ഇങ്ങനെ ചുമ്മാ വലിച്ചു കീറാതെ ഇങ്ങനെ കവറ് പൊട്ടിക്കേണ്ട രീതി ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താണ്.
അതിപ്പോൾ നമ്മളെപ്പോഴും അയ്യോ എൻ്റെ പൊന്നെ എൻ്റെ പൊന്നെ എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ വെച്ചാലൊന്നും അതൊരു ആർട്ടിഫിഷ്യൽ സ്നേഹമൊന്നും ആവത്തില്ല. ഒന്നാമത്തെ ചേട്ടൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഫേസെന്നോ ക്യാമറയുണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഓർക്കാറൊന്നുമില്ല. അല്ലെങ്കിൽ അത് ക്യാമറയിലാണല്ലോ എന്നോ ചിന്തിക്കുകയൊന്നുമില്ല. എങ്ങനെ വീട്ടിൽ പെരുമാറുന്നോ അതുപോലെ തന്നെ. അങ്ങനെ ക്യാമറ ബോധമൊക്കെ ഉള്ള ആളാണെങ്കിലാണ് കുറച്ച് പേരെന്നെ കാണുന്നുണ്ട്, എന്തെങ്കിലും കുറച്ച് സ്നേഹം കൂടുതൽ അഭിനയിച്ചേക്കാം. ബിന്ദു സ്ട്രീംസിലൊന്നും അതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം ബിന്ദു സ്ട്രീംസ് എന്താണോ നമ്മളുള്ളത് അത് തന്നെ. ഞാനാണെങ്കിൽ ഒരു കുഴി മടിച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ എങ്ങനെയാണോ വീഡിയോ എടുക്കുന്നത് അതേപടി കയറ്റി ഞാനങ്ങ് പോസ്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പം അതിനകത്തൊന്നും കൂടുതൽ കാര്യമൊന്നും ഇല്ല. പിന്നെ ഒരു വീഡിയോയിലൊക്കെ അമ്മച്ചീനെ കണ്ടില്ലെങ്കിൽ അമ്മച്ചി എന്തിയാന്ന് ചോദിക്കും. പക്ഷെ ലോങ് വീഡിയോ എടുത്ത് നോക്കും, അല്ലെങ്കിൽ അടുത്ത ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാനും ഇവരും കൂടി ഇട്ടൊരു റീൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് അമ്മച്ചെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് അതിനകത്ത് റോളില്ല, അതാണ്. പിന്നെ മോർണിംഗ് കിച്ചണിനകത്തൊക്കെ ഞാനൊക്കെ രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കുക്ക് ചെയ്തിട്ട് 6 മണി 7 മണിയോടുകൂടി കുക്കിങ് തീർന്നു കഴിഞ്ഞായിരിക്കും അമ്മച്ചി എഴുന്നേറ്റ് വന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ അമ്മച്ചിനെ കാണിക്കാൻ പറഞ്ഞാൽ ഉറങ്ങുന്ന അമ്മച്ചിനെ പോയി അവിടെ പോയി വീഡിയോ എടുക്കേണ്ട വരും. വെറുതെ എന്തിനാ ഞാൻ ചീത്ത വെക്കുന്നത്. അപ്പം അതാണ് വേറൊരു കാര്യം. പിന്നെ നിനക്ക് വല്ലതൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. വരുന്ന BMB എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാ വാ ഓടി വാ വന്നേ ഓടി വാ. ഈച്ച പിടിച്ചടക്കുവാ. വാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് പോണ ടൈപ്പാ. ഞാൻ പൂവനായിരിക്കും ഇല്ലടാ. കുഞ്ഞി കാല അച്ചിങ്ങപ്പയറ് പോലെ അത്രയും പോലും ഇല്ല. കുഞ്ഞ് മുട്ടേനെ ഇങ്ങനെ വിരിഞ്ഞ് വാങ്ങിയിട്ട് ഇപ്പൊ 2 ആഴ്ച ആയെങ്കിൽ ഇതുങ്ങൾ വളരുന്നില്ല. അതാണ് ഇപ്പൊ എനിക്കിപ്പോ ഒരു സങ്കടം വന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അപ്പടി പാട വെക്കുവാടാ. ഇത് തോണ്ടി വെക്കാനായിട്ട് സ്ഥലം ഇപ്പൊ ചായ ഓടാൻ നീ പോയി എടുക്കണ്ട. അത് എടുത്താൽ തന്നെ അത് ഒരു ഉഷാറ് പോകണം. അത് ഓടി കിടന്ന് അതിന്റെ കാലൊക്കെ മസിൽ വെക്കട്ടെ. അതിന്റെ കാലൊക്കെ നന്നായിട്ട് മസിലൊക്കെ വെച്ച് അതിന്റെ സെറ്റ് ആവട്ടെ. എന്നാലും നിനക്കൊരു വിഷമമില്ലടാ അത്ര കുഞ്ഞുങ്ങൾ ചത്തുപോട്ട്. എനിക്ക് ഭയങ്കര വിഷമായി പോയി. ഇപ്പൊ ഈ ഓർമ്മയുണ്ട്, അതിന് കൂട്ടിന് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. വന്നേ വായോ കൈ കാണിക്കണ. കൈക്കകത്ത് ഓടി വന്ന് കയറും. കൈ മഴത്തി പിടിച്ചാൽ മതി. ഞെക്കരുത് കേട്ടോ. താഴെ വീണേക്കരുത് കേട്ടോ. എന്റെ പൊന്നാ ശുണ്ടരി കുറവാണല്ലോ ഇവിടെ. പെണ്ണാണോ തിക്കനാണോ എന്ന് മിറ്റ അറിയാൻ പാടില്ല. ആരാണേലും ഞങ്ങൾ വളർത്തും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ളതിനൊക്കെ. ഓടി അടക്കുമായിരുന്നു. മിറ്റത്തിറക്കി വിട്ട് ഞാൻ ഇച്ചിരി നേരം. ചേട്ടൻ അവിടെ അത് ഇല അരിഞ്ഞപ്പോ ഞാൻ ചേട്ടൻ്റെ അടുത്ത് കൊണ്ട് വിട്ട്. മുറ്റത്ത് കൊണ്ട് വിട്ടപ്പോഴേ കാറ്റടിച്ചപ്പോഴത്തേ കിടുകിടാന്ന് കിടന്ന് വിറയ്ക്കുക. പെട്ടെന്ന് തന്നെ എടുത്തോണ്ട് പോകുന്നു. എന്നിട്ട് നമ്മുടെ കരിങ്കോഴിപ്പൂവും കൊത്താൻ വന്നതിനെ അവനെ പിടിച്ച് ഞാൻ കൂട്ടിനകത്ത് ഏറ്റിട്ട്. ഇത് കണ്ട കുറേ ചേച്ചിമാരെയൊക്കെ കണ്ട്, കുറേ തേത്തിമാര്. ആ ടീറ്റിമാരൊക്കെയാണ് കാണട്ടേന്ന് നമ്മൾ നല്ലൊരു കുഞ്ഞാന്ന് പറഞ്ഞേരെ. നമ്മൾ വളരാനുള്ളതാ ഇവിടെ പറഞ്ഞേരെ. ബിന്ദു സ്ട്രീംസിലേക്കുള്ളതാണോ? വല്ലതാണോ? അപ്പം ഇതിങ്ങളെ വളർത്തുന്ന രീതിയൊന്നും നമുക്ക് അറിയാനൊന്നും പാടില്ല കേട്ടോ. ഇതുപോലത്തെ മുട്ടക്കുഞ്ഞുങ്ങളെ കിട്ടിയാൽ എങ്ങനെ വളർത്തിയെടുക്കണം എന്നും മറ്റും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതുങ്ങളെ കളർ കോൾ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തരുവാണെങ്കിൽ എങ്ങനെ വെള്ളം കൊടുക്കണം, എങ്ങനെ ഫുഡ് കൊടുക്കണം, എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണോ, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അതേപടി തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്കറിയാൻ പാടില്ല. അപ്പം
മൃഗ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി പറഞ്ഞാൽ മതിയല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് അവരോട് സജഷൻസ് ഒക്കെ പറഞ്ഞ് നമുക്ക് സുഖമായിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. എനിക്കിതിനെ വളർത്തിയെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അതിനെ എന്താ മരണത്തിനൊന്നും വിട്ടുകൊടുക്കാതെ ഇതിനെ ഇതിൻ്റെ ആയുസിലേക്ക് അങ്ങ് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഉറങ്ങുവാ കൈക്കകത്ത്. പതുക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി, അപ്പം അവിടെ നിന്ന് ഉറങ്ങിക്കോളും. കുഞ്ഞു പാവന്മാരെ പോലെ തന്നെയാണ്. അതുപോലെ ഞാനിപ്പോൾ അതിനെ വളർത്തിക്കൊണ്ടിരിക്കണേ. ഇല്ലേടാ ഇല്ലേടാ തുന്തുര ഷുണ്ടരി പിന്നാണോണേ കക്കച്ച പിന്നാണോണേ. ഈ തൂവലൊക്കെ പോയി കഴിയുമ്പോൾ അറിയാം എന്ത് കളർ കോഴിയായിരുന്നു. ചിലപ്പോൾ ബ്ലാക്ക് ആകാം, ചിലപ്പോൾ വൈറ്റ് ആകാം, അല്ലെങ്കിൽ ബ്രൗൺ ആകാം. അല്ല ഡാൻസേ എടാ ഉറങ്ങുവാടാ. മടിയിലിരുന്നോ, അവിടെ ഇരുന്നോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. ഇത്രയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമുക്കുള്ളൂ. പിന്നെ ഇതേ ആൻസൂട്ടറാണെങ്കിൽ സ്കൂളിൽ പോയിട്ടൊക്കെ വന്നു. ആൻസൊക്കെ വലിയ ചേട്ടായി ആയിന്നേ. ആൻസൊക്കെ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, വലിയ ചേട്ടായി ഒക്കെ ആയി. ആൻസിന്റെ പൊക്കമൊക്കെ വെച്ചു. ആൻസിന്റെ സൗണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ആൻസൂട്ടറിന്റെ ഒരു ചാനലുണ്ട്, ഇറ്റ്സ് മീ ആൻസ് എന്നും പറഞ്ഞ്, അതിനകത്ത് നോക്കാമെങ്കിൽ നമ്മുടെ ആൻസൂട്ടറിന്റെ സൗണ്ട് ചേഞ്ച് ആയതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആദ്യം ഇട്ട വീഡിയോയും ഇപ്പിട്ട വീഡിയോയും ഒക്കെ നോക്കാമെങ്കിലേ. ഇപ്പം നമ്മുടെ കുഞ്ഞ് കുറേ നേരം ഓടി നടന്ന് മടുത്ത് ക്ഷീണിച്ച് വന്നേക്കുക. ഇനിയിപ്പം അതിനെ എന്നാ കിടത്താനായിട്ട് പോവുക. അതിൻ്റെ പാത്രം കിടത്തുണ്ടല്ലോ അവിടെ കുട്ട. അതിൻ്റെ പാത്രം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ. ഇതിനെ എങ്ങനെയാ ഞങ്ങൾ കിടത്തണേന്ന് കാണിച്ചു തരാവേ. ഈ കുഞ്ഞിനെ ഏതായാലും കൂട്ടിലിടാൻ പറ്റത്തില്ല, തണുപ്പ് അതിജീവിക്കത്തില്ല. ഒന്നാമത് ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. ചായ മറക്കരുത് കേട്ടോ, തണുപ്പ് അതിജീവിക്കത്തില്ല. അപ്പം ഞാനാണെങ്കിൽ ഒരു ഫ്രൂട്ട്സ് ഇടാൻ വേണ്ടി ഒരു തക്കാളി പാത്രം വാങ്ങിയത്, നല്ല ഭംഗിയുള്ള ഒരു ആപ്പിൾ പോലത്തെ ഒരു പാത്രം വാങ്ങിയായിരുന്നേ. അപ്പം അതിൻ്റെ കവറ് ഞാൻ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭാഗം അതപ്പം നിറച്ചിങ്ങനെ ഓട്ടയാണ്, ശരിക്കും എയർ കയറിക്കോളും. അത് വെച്ച് അതിനകത്തേക്ക് ഞാൻ ഇവൻ്റെ ഒരു അത് മൊത്തം ഓട്ടയാ. നാളെ ഇല്ലാടാ നിനക്ക്. അപ്പൊ അതെ അത് ഓക്കടാ. അത് ഈ ചെറുക്കൻ്റെ നമ്മുടെ ജനലിൽ ഒരു പക്ഷി വണ്ടി ഇടിച്ചു വന്ന് വീണായിരുന്നേ, ഒരു പക്ഷിക്കുഞ്ഞ്. പക്ഷെ അതിനെ രക്ഷിക്കാൻ പറ്റിയില്ല. കുറച്ച് നാൾ നമ്മൾ ഈ പാത്രത്തിനകത്തിട്ട് അതിനെ വളർത്തിയെടുത്തത്. പക്ഷെ അത് ചത്തുപോയി. ഇടിച്ചു വന്ന് വീണപ്പോൾ തലയ്ക്കൊക്കെ മാരകമായിട്ട് വല്ല അസുഖം പിടിച്ച് കാണുമായിരിക്കും പാവം. അപ്പം അതെ നമ്മളിങ്ങനെ തുണിക്കകത്തൊക്കെ ഇങ്ങനെ ഇതിനെ പൊതിഞ്ഞിങ്ങനെ എടുക്കും കേട്ടോ. ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് നമ്മളെ പാത്രത്തിനകത്തേക്ക് ഇങ്ങനെ വെക്കും. അപ്പം ഈ പാത്രം കണ്ടോ, ഈ പാത്രത്തിന് നിറച്ചിങ്ങനെ ഓട്ടയാണ്, മൊത്തം എയർ ഹോളാണ്. അപ്പം എയർ ഹോള് കയറിക്കോളും. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണേന്ന് വെച്ചാൽ ഇതാടാ ഇത് പൊന്നോ ആൺസൂട്ടറിനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്രം ഇങ്ങനെ അങ്ങനെ മുറുക്കി ടൈറ്റായിട്ട് അടയ്ക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ മൂടി വെക്കാന്നേ ഉള്ളൂ കേട്ടോ. ഈ പാത്രം ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇവനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ട് വളർത്തും. അല്ലടാ ഇനി ഉറങ്ങിക്കോട്ടാ. ഇത് ഇവത്തിലെല്ലാം എയർ കയറുന്നുണ്ട്, ശരിക്കും എയർ കയറും. പക്ഷേ അല്ല അതിന്റെ കോഴിക്കുഞ്ഞാ. അതിനെടുക്കണ്ടറാ. അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. കോഴിക്കുഞ്ഞ അവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. ഇച്ചിരി കഴിയുമ്പോ നമ്മൾ പൊക്കിക്കൊണ്ട് പോയി വെള്ളമൊക്കെ തരാം കേട്ടോ. കോഴിക്കുഞ്ഞാണോ? ആ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷവും പുതുപുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ. മുട്ടക്കുറ്റാണേ.